1982-ലാണ് ജയലളിത അണ്ണാ DMKയിൽ ചേരുന്നത്. നടിയെന്ന നിലയിലുള്ള പ്രശസ്തിയും മുഖ്യമന്ത്രിയും പാർട്ടി സ്ഥാപകനുമായ MGRുമായുള്ള അടുപ്പവും അവരെ അടുത്ത വർഷം തന്നെ പാർട്ടിയുടെ പ്രചരണ വിഭാഗം സെക്രട്ടറിയാക്കി. 1984-ൽ MGR അവരെ രാജ്യസഭയിലേക്ക് അയച്ചുകൊണ്ടാണ് പാർട്ടിക്കും തനിക്കും അവർ എത്രമേൽ പ്രിയപ്പെട്ടവരാണ് എന്ന് വ്യക്തമാക്കിയത്. എന്നാൽ 1987-ൽ MGRന്റെ മരണം ജയലളിതയെ ആദ്യം തളർത്തിയെങ്കിലും പിന്നീട് അവർ ശക്തമായി തിരിച്ചുവരുന്നതാണ് കണ്ടത്. സിനിമയിലും പാർട്ടിയിലും MGRുമായി ജയലളിതയോളം അടുപ്പമുള്ളവർ ഏറെയില്ലെങ്കിലും അവരെ ശവമഞ്ച വാഹനത്തിൽ നിന്നും തള്ളിയിട്ടുകൊണ്ടാണ് പാർട്ടിയിലെ എതിരാളികൾ ജയലളിതയെ നേരിട്ടത്. എന്നാൽ അതിൽ നിന്നും ഊർജ്ജം ഉൾക്കൊണ്ട ജയലളിത തലേവിയായി മാറുന്ന കാഴ്ചയാണ് പിന്നീട് തമിഴക രാഷ്ട്രീയം കണ്ടത്. MGRന്റെ ഭാര്യ ജാനകി രാമചന്ദ്രനെ എതിരാളികൾ മുഖ്യമന്ത്രിയായി വാഴിച്ചുവെങ്കിലും അണികൾ ജയലളിതയ്ക്കൊപ്പമായിരുന്നു എന്നാണ് പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പ് തെളിയിച്ചത്. പാർട്ടി പിളർന്നതിനാൽ രണ്ടില ചിഹ്നമില്ലാതെ മത്സരിച്ചിട്ടും ജയലളിതയുടെ പാർട്ടി 32 സീറ്റുകളിൽ ജയിച്ചപ്പോൾ മറുഭാഗത്ത് ജാനകി രാമചന്ദ്രൻ അടക്കമുള്ള മഹാഭൂരിപക്ഷവും തോറ്റു. അതോടെ പാർട്ടി ജയലളിതയെ ഏൽപ്പിച്ച് ജാനകി രാമചന്ദ്രൻ രാഷ്ട്രീയ ജീവിതം മതിയാക്കി. അവിടുന്ന് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയായി മാറിയ ജയലളിത മരണം വരെ ആ സ്ഥാനത്ത് തുടർന്നു. രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ടതിനു ശേഷം കരുണാനിധിയുടെ നേതൃത്വത്തിൽ DMK സർക്കാരിനെ പിരിച്ചുവിടുകയും നിയമസഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടത്തുകയും ചെയ്തപ്പോൾ 234-ൽ 225 സീറ്റുകൾ നേടി അണ്ണാ DMK കോൺഗ്രസ് സഖ്യം തമിഴകം തൂത്തുവാരുകയും ജയലളിത ആദ്യമായി മുഖ്യമന്ത്രിയാവുകയും ചെയ്തു. എന്നാൽ ആദ്യമായി അധികാരത്തിലെത്തുകയും മുൻകാലങ്ങളിൽ തന്നോട് മോശമായി പെരുമാറുകയും ചെയ്ത എല്ലാവരോടും പക തീർക്കുകയും അധികാരത്തിന്റെ ഉന്മാദത്തിൽ അഴിമതിയും ആർഭാടവും ധൂർത്തും പതിവാക്കുകയും ചെയ്ത ജയലളിത അതിന്റെ ഫലം ജീവിതാവസാനം വരെ അനുഭവിച്ചു. ആ കാലയളവിൽ സമ്പാദിച്ച അനധികൃത സ്വത്തും വളർത്തുമകൻ VN സുധാകരന്റെ വിവാഹം ആർഭാടപൂർവ്വം നടത്തിയതുമാണ് ജയലളിതയെ 2 വട്ടം ജയിലിലേക്ക് അയച്ചത്. സുധാകരന്റെ വിവാഹം 2 ഗിന്നസ് റെക്കോർഡുകൾ സൃഷ്ടിച്ചു. 1995-ൽ 6 കോടി രൂപ ചെലവിലാണ് സുധാകരന്റെ വിവാഹം നടത്തിയത്. AR റഹ്മാൻ അടക്കമുള്ള പ്രമുഖർ ചടങ്ങിൽ പാടിയിരുന്നു. തുടർന്ന് നടന്ന 1996-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അണ്ണാ DMK ദയനീയമായി പരാജയപ്പെട്ടു എന്ന് മാത്രമല്ല ജയലളിത ബർഗൂർ മണ്ഡലത്തിൽ തോൽക്കുകയും ചെയ്തു. അതോടെ കരുണാനിധി വീണ്ടും മുഖ്യമന്ത്രിയാവുകയും ജയലളിതയ്ക്കെതിരെ നിരവധി കേസുകൾ എടുക്കുകയും പോയസ് ഗാർഡനിലെ വീട്ടിൽ റെയ്ഡ് നടത്തുകയും ചെയ്തു. 1996 ഒക്ടോബറിൽ വിജിലൻസ് സമർപ്പിച്ച FIRൽ പറയുന്നത് ഇങ്ങനെയാണ്: 26.76 കിലോഗ്രാം സ്വർണം, 800 കിലോഗ്രാം വെള്ളി, 350 ജോഡി ചെരുപ്പുകൾ, 10,500 സാരികൾ, അതിൽ 750 ശുദ്ധമായ പട്ടുസാരികൾ, 44 AC-കൾ, 1991 വാച്ചുകൾ, കൂടാതെ രത്നവും വജ്രവും പതിപ്പിച്ച കമ്മൽ, വള, മാല എന്നിവയും കണ്ടെടുത്തുവെന്നാണ്. തുടർന്ന് 1 വർഷത്തിനു ശേഷം കളർ TV കുംഭകോണ കേസിൽ കരുണാനിധി സർക്കാർ ജയലളിതയെ 1 മാസത്തോളം ജയിലിലടച്ചു. പിന്നെയും കേസുകളും പ്രതികൂല വിധികളും വന്നുകൊണ്ടേയിരുന്നു. എന്നാൽ 98-ൽ BJPയെ കൂട്ടുപിടിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടിക്കൊണ്ടാണ് അവർ തിരിച്ചടിച്ചത്. ആ വിജയത്തിന് പക്ഷേ കുറഞ്ഞ ആയുസ്സേ ഉണ്ടായിരുന്നുള്ളൂ. വാജ്പേയി സർക്കാരിനുള്ള പിന്തുണ പിൻവലിച്ച ശേഷം 99-ൽ നടന്ന തെരഞ്ഞെടുപ്പിൽ പക്ഷേ DMK BJP സഖ്യമാണ് വൻ വിജയം കൊയ്തത്. തുടർന്ന് വീണ്ടും തിരിച്ചടികൾ. 2000 ഒക്ടോബറിൽ താൻസി ഭൂമി ഇടപാട് കേസിൽ 3 വർഷത്തെ തടവും 2001 ഫെബ്രുവരിയിൽ പ്ലസന്റ് പ്ലാസ കേസിൽ 1 വർഷത്തെ തടവും വിവിധ കോടതികൾ വിധിച്ചു. 2 കേസുകളും അപ്പീൽ പോയി വിധിക്ക് സ്റ്റേ സമ്പാദിച്ചുവെങ്കിലും 2001 ഏപ്രിലിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള നാമനിർദ്ദേശ പത്രികകൾ 4ഇടത്തും തള്ളി. ജയലളിത മത്സരിച്ചില്ലെങ്കിലും ജനം അവർക്കൊപ്പമാണ് എന്ന് തെളിയിച്ചുകൊണ്ട് അണ്ണാ DMK സഖ്യം 3/2 ഭൂരിപക്ഷം നേടി കരുത്തുകാട്ടി. അന്ന് ഗവർണറായിരുന്ന ജസ്റ്റിസ് ഫാത്തിമ ബീവി ഏറ്റവും വലിയ കക്ഷിയുടെ നേതാവ് എന്ന നിലയിൽ ജയലളിതയെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാൻ ക്ഷണിച്ചു. 2ാം വട്ടവും മുഖ്യമന്ത്രിയായെങ്കിലും അത് അധികകാലം നീണ്ടില്ല. സുപ്രീം കോടതിയുടെ വിധിയെ തുടർന്ന് 2 മാസത്തിനു ശേഷം ജയലളിതയ്ക്ക് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കേണ്ടി വന്നു. MLA ആകാൻ യോഗ്യതയില്ലാത്തയാൾക്ക് മുഖ്യമന്ത്രിയാകാൻ സാധിക്കില്ല എന്നതായിരുന്നു വിധി. അങ്ങനെയാണ് O. പനീർശെൽവം പകരക്കാരനായ മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുക്കുന്നത്. 6 മാസത്തിനകം തന്നെ മദ്രാസ് ഹൈക്കോടതിയിൽ നിന്ന് കേസുകളിൽ നിന്ന് അനുകൂല വിധി നേടി ജയലളിത 3ാം വട്ടവും തമിഴ്നാട് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. അക്കാലത്താണ് ചെന്നൈ നഗരത്തിലെ കുടിവെള്ളക്ഷാമത്തിന് ശാശ്വത പരിഹാരം കണ്ടെത്താനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുന്നത്. പക്ഷേ അതൊന്നും കാര്യമായി മുതലാക്കാൻ അവർക്കായില്ല. 2006-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭരണം നഷ്ടമായി. നടൻ വിജയകാന്തിന് DMDK നേടിയ 9% വോട്ടുകളായിരുന്നു അന്ന് അണ്ണാ DMKയ്ക്ക് വിനയായത്.